ഹലോ, വീട്ടിലുള്ള മരമുല്ലയാണിത്. നമുക്കിതിൻ്റെ കമ്പ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നോക്കാം. ഞാനിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല, 1-2 വീഡിയോ കണ്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ വീട്ടിൽ ഒരു 3 വലിയ മരം തന്നെയുണ്ട്. ഇതുണ്ട്, നിലത്ത് വെച്ചുകൊണ്ടാണ് മരമായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് സീസൺ ആകുമ്പോൾ പൂക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പൂക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്, നമ്മൾ ആ ഒരു പ്രൂൺ ചെയ്ത് വെക്കൂലേ, കട്ട് ചെയ്ത് വെച്ചിട്ട് അത് ആ ഒരു 2 ആഴ്ച മുമ്പ് ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിനിങ്ങനെ തളിര് വന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് 2-3 കമ്പ് താഴേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് അത് മണ്ണിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, വേര് പിടിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ വേറെ തൂമ്പ് ഒരു കമ്പും 1-2 കൂടെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ മലയാള ചാനലല്ല, വേറെ 1-2 ചാനൽ കണ്ടിട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്കിത് പിടിക്കുന്നുണ്ട് നോക്കാം. പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വരും വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനി പിടിച്ച് കിട്ടിയാൽ ഞാനിത് ചട്ടിയിൽ വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ചട്ടിയിലും വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന് മണ്ണ് ഒരുക്കിയിട്ടുണ്ട്. മണ്ണിൽ ചെറിയ എംസാൻ്റെ പൊടിയിൽ മണലായാലും മതി, അതും നോർമൽ മണ്ണും കൂടെ മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് മൂത്തിട്ടുള്ള ആ ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതുപോലെ. പിന്നെ തലപ്പാ ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ, വേറൊരു കമ്പും കൂടെ. പിന്നെ ഇപ്പോൾ ഇനി കറ്റാർവാഴയുടെ ആ ഒരു ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളത് ആ ഡിപ്പ് ചെയ്ത് പോകണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീരെ വെയിൽ തട്ടാത്തൊരു പ്ലാന്റിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേര് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം, ഇനി ഇല്ലെങ്കിലും കാണിക്കാം കേട്ടോ.